ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടീച്ചിങ് വാക്കൻസീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പല ജില്ലകളിലായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് വാക്കൻസീസ് ആണ്. പലതരത്തിലുള്ള സബ്ജക്ട്സ് ആണ് ഓരോ സ്കൂളിലും വാക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി. അതുപോലെ തന്നെ LP സ്കൂളിൻ്റെ വാക്കൻസി, അതുപോലെ മ്യൂസിക്, ഡ്രോയിങ് ഒക്കെ അങ്ങനത്തെയൊക്കെ ടീച്ചർ വാക്കൻസി ഉണ്ടോയെന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളിലാണെന്നുള്ളത് നമുക്ക് വീഡിയോൻ്റെ അകത്ത് കാണാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് എറണാകുളത്താണ്. കോതമംഗലം മാർ ബേസിൽ HSSലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് HST ഹിന്ദി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, UPST അധ്യാപകരെയാണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് അപേക്ഷിക്കേണ്ട മെയിൽ ID ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നിങ്ങളുടെ റെസ്യൂമ്, ഫോട്ടോ ഉൾപ്പെടെയുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മറ്റൊരു വേക്കൻസി എറണാകുളത്ത് തന്നെ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിൻ്റെ ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ, ഇവരുടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ എറണാകുളം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപമേധാവിയുടെ കാര്യാലയത്തിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്ലൈ ചെയ്യേണ്ട അതിനുശേഷം 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ IDയിലോട്ട് നിങ്ങളുടെ ബയോഡാറ്റ, അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അടക്കം വെച്ചിട്ട് വേണം അയക്കാനായിട്ട്. ഇതിൻ്റെ സബ്ജക്റ്റ് വെക്കേണ്ടത് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈം, അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ള നിലയിൽ വേണം സബ്ജക്റ്റ് വെക്കാനായിട്ട്. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സമയം വരുന്നത് മെയ് 13 രാവിലെ 10 മണിക്കും മാത്തമാറ്റിക്സിൻ്റെ സമയം വരുന്നത് മെയ് 15 രാവിലെ 10 മണിക്കുമാണ്. ഈ ഒരു ടൈമും അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ പേരും ആ ഒരു സബ്ജക്റ്റ് ലൈനിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ഡീറ്റെയിൽസ്, ബയോഡാറ്റയും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വെച്ചിട്ട് വേണം മെയിൽ IDയിലോട്ട് മെയിൽ അയക്കാനായിട്ട്. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. മുതുകുളം ഹൈസ്കൂളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോഷ്യൽ സയൻസ്, അറബിക്, മ്യൂസിക്, ഡ്രോയിങ് ഇത്രയും സബ്ജക്ട്സിലാണ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള മെയിൽ ID ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിലോട്ട് നിങ്ങളുടെ ബയോഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലേക്കാണ്. ഇലന്തൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കൊമേഴ്സ്, മലയാളം, കെമിസ്ട്രി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, സുവോളജി ഇത്രയും സബ്ജക്ട്സിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങളുടെ പേര് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരായിരിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ അപേക്ഷയ്ക്ക് വേണ്ട രേഖകൾ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ബയോഡാറ്റയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ കോളേജിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നെറ്റ് അല്ലെങ്കിൽ PhD ഉള്ള ആൾക്കാർക്കായിരിക്കും മുൻഗണന. അത് ഇല്ലാത്തവരാണെങ്കിൽ 55 മാർക്കിൽ കുറയാതെ നിങ്ങൾ PG എടുത്തവരായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷയം, തീയതി, സമയമൊക്കെ താഴെ പറയുന്നവയാണ്. കൊമേഴ്സിനാണെങ്കിൽ മെയ് 7 രാവിലെ 11 മണിക്കാണ്. മലയാളത്തിനാണെങ്കിൽ മെയ് 8 രാവിലെ 11 മണിക്ക്. സുവോളജി ആണെങ്കിൽ മെയ് 8 ഉച്ചതിരിഞ്ഞ് 2:30. ഹിന്ദി ആണെങ്കിൽ മെയ് 9 രാവിലെ 10 മണിക്ക്. സംസ്കൃതം മെയ് 9 രാവിലെ 11:30. കെമിസ്ട്രി ആണെങ്കിൽ മെയ് 9 ഉച്ചയ്ക്ക് 2:30. ഇംഗ്ലീഷ് ആണെങ്കിൽ മെയ് 12 രാവിലെ 11 മണിക്ക്. ബോട്ടണി മെയ് 12 ഉച്ചയ്ക്ക് 2:30. ഇത്രയാണ് ഇതിൻ്റെ സമയക്രമം വരുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു അത്രയും ഡീറ്റെയിൽസ്, അത്രയും ആ ഒരു സർട്ടിഫിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് വേണം ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട്. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മലപ്പുറത്താണ്. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിൽ മലയാളം, ജോഗ്രഫി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജേർണലിസം ഇത്രയും സബ്ജക്ട്സിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗസ്റ്റ് അധ്യാപക പാനലിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അതിനുശേഷം അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും CV-യും എല്ലാം കൂടെ നിങ്ങൾക്ക് ഒറ്റ PDF ആക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ ID-യിലോട്ട്
നിങ്ങൾ ജസ്റ്റ് മെയിൽ അയച്ചു കൊടുത്താൽ മതി. ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ എന്തായാലും ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് അപ്ലൈ ചെയ്യുന്നവരൊക്കെ അതെന്തായാലും ചെയ്തിരിക്കണം. അതിൻ്റെ അപേക്ഷയും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസും വെച്ചിട്ട് വേണം മെയിൽ അയക്കാനായിട്ട്. മെയിൽ അയക്കേണ്ട അവസാനത്തെ തീയതി വന്നിട്ട് മെയ് 10 മുൻപായിട്ട് മെയിൽ അയക്കേണ്ടതാണ്. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. വടകര കടത്തനാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന സബ്ജക്ട്സ് കൊമേഴ്സ്, സോഷ്യോളജി, ഇക്കണോമിക്സ്, സൈക്കോളജി, ഫുഡ് ടെക്നോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഫിസിയോളജി, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിന്ദി, മലയാളം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് വിഷയങ്ങളിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നെറ്റും PhD ഉള്ളവർക്കാണ് മുൻഗണന. അതില്ലാത്ത പക്ഷം അനുബന്ധമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഇതിന് ബയോഡാറ്റ മാത്രം അയച്ചാൽ മതി. അയക്കേണ്ട വിലാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെയിൽ ID നിങ്ങളുടെ ബയോഡാറ്റ സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വിത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും മറ്റെന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം അയക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂരാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കൂത്തുപറമ്പ് ഓൾഡ് റോഡ് ബ്രണ്ണൻ ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ് ടീച്ചേഴ്സിന് ആവശ്യമുള്ളത്. PG, B.Ed, TTC, NTTC ഒക്കെ പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അറബിക് ടീച്ചേഴ്സിൻ്റെ ഇതുകൊണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ എല്ലാ സബ്ജക്ട്സും ഉള്ള ടീച്ചേഴ്സിനെയാണ് ഇവർക്ക് ആവശ്യം. ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോൺ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൾ ചെയ്ത് നോക്കാം. ബാക്കി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം ജ്ഞാനോദയ യോഗം വക എയ്ഡഡ് UP സ്കൂളിലേക്കാണ് UPST ടീച്ചേഴ്സ്, ഹിന്ദി ടീച്ചേഴ്സിൻ്റെ ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്കുള്ള അപേക്ഷ മെയ് 12 ഉള്ളിൽ അവരുടെ ഓഫീസിൽ നിന്ന് ലഭിക്കും അപേക്ഷാ ഫോം. അത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കണ്ണൂർ തന്നെയാണ്. വളപട്ടണം ക്രസന്റ് സ്കൂളിലേക്കാണ് അപേക്ഷ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ്, TGT, KGT അതുപോലെ തന്നെ PRT അധ്യാപകരെയാണ് ആവശ്യം. ഇംഗ്ലീഷിൽ മികച്ച പ്രാവീണ്യം വേണം. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ബയോഡാറ്റ ഈ കാണുന്ന മെയിൽ ID അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലോവർ പ്രൈമറി സ്കൂളിൻ്റെ അധ്യാപക ഒഴിവാണ് അടുത്തത് പറയുന്നത്. ഇത് വന്നിട്ട് തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക ലോവർ പ്രൈമറി സ്കൂളിലാണ് ഇതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രീ ഡിഗ്രി അതല്ലെങ്കിൽ TTC, KTET ഇത് പാസ്സായവർക്കാണ് മുൻഗണന. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 10. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി. ഇതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വേഗം തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.